ഇത് കഴുകിന് എത്ര അടിയിലാണ് ഒരു 1.5 അടി വീതിയിലാണ് ഞങ്ങൾ തുറക്കണത് ബാബട്ടാ? അല്ലേ ആഴാ? ഒരു അര അടി ആഴണ്ടാകുമോ? ഇതിനിടുന്ന വളങ്ങൾ ഇപ്പം നമ്മള് കക്കപ്പൊടി, കോഴിവളം മാത്രമേ കഴുകിനിടുന്നുള്ളൂ. തെങ്ങിനിടുന്നത് വേറെ വളം കേട്ടോ. ഇത് മംഗള ഇനത്തിൽപ്പെട്ട കഴുങ്ങാട്ടോ. ഇത്ര വലുതാണ് ഇങ്ങനെ ചേന? കണ്ട് നീളം വെക്കണ്ട. അതെന്ത് ചേനയാണെന്ന് അത് കുറച്ച് സുപ്പേരി വെക്കാട്ടെ. കഴുകുമ്പോൾ കുരുമുളകൊക്കെ പടുത്തിന് നല്ല തോലിടും. ഇതിന് കണ്ടോ കഴുങ്ങിന് 4 കഴുങ്ങും തെങ്ങും തൈ. ഇതിവിടെ നമ്മൾ തുറന്നത് 4 കഴുങ്ങും 2 തൈയും കൂടി അല്ല കേട്ടോ. തെങ്ങിനൊക്കെ ജൈവവളമാണ് ഇടുന്നത്. ഈ കക്കപ്പൊടി ഇട്ടാൽ എന്താ വെച്ചാൽ തെങ്ങുമ്മൽ മെച്ചിലൊക്കെ നല്ല പിടിക്കുന്ന പറയുന്നത്. കുമ്മായത്തിനെക്കാട്ടി ഉഷാറാണ്. മറ്റേ ഈ കക്കപ്പൊടി എന്ന് വെച്ചാൽ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വലിച്ചെടുക്കുള്ളൂ. ഒന്നരാടം നമുക്ക് ഇടവിട്ട് വളർത്താലും മതി തന്നെ. ഈ കക്കപ്പൊടിയെ ഒന്നരായിട്ട് വളർത്താൽ മതി, നല്ല ഉഷാറായിട്ട് കിട്ടുന്നതാണ് പറയുന്നത്. ഉണ്ടോ കഴുങ്ങിനൊക്കെ നല്ല ഇതിൽ തോലൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുള്ള വളങ്ങളായിരുന്നു കേട്ടോ. കാരണം ഒന്നരാടം ഞങ്ങൾ വളർത്തുള്ളൂ. പ്രാവശ്യം തേങ്ങ 75-80 കൊണ്ടേ എല്ലാവരും തെങ്ങിനൊക്കെ നല്ല വളരുന്നുണ്ട്. ഓർഗാനിക് വളമാണ് ഇടുന്നത്. ഇതിപ്പോൾ എത്ര അടി വീതിയിലാണ് തുറക്കണേ? ഇത് 3.5 അടിയില്ലേ? 3.5 കൈക്കോട്ടില്ലേ? 1.5 അടി. 18 ഇഞ്ചല്ലേ ഉണ്ടാവുള്ളൂ? 2.5 അടിയില്ലേ? ആഴം ഒരു 1/2 അടി ആഴം ഉണ്ടാവില്ലേ? 1/4 അടി ആഴം അല്ലേ? കൂട്ടി തുറക്കണം, വീതി കൂട്ടി തുറക്കണം. സാധാരണ തുറക്കണതല്ലേ. കഴിഞ്ഞില്ലത്തെ തോല് അച്ചയിൽ കിടക്കണ്ടല്ലോ. മടൽ ഇതിൻ്റെ തോലല്ല കുറ്റി മരക്കഷ്ണേ കണ്ടു വേണം.
3 കൊല്ലമായി 3 കൊല്ലമായി. തൈക്കൊക്കെ ഹൈറ്റ് ഇറക്കം കൂട്ടിയിട്ടാണ് തുറക്കുക അല്ലേ? താഴം കൂടില്ല തൈക്ക് തുറക്കൽ. ഇതിനല്ല ആളുണ്ടല്ലോ. അതിനെ കൊണ്ടല്ലേ? തെങ്ങിന് തെങ്ങി ആയിട്ടാണ് ആയുണ്ടാവില്ല. ഇനി വേറെ എവിടെയും പോയി പറയാൻ നിൽക്കണ്ട. ഈ കവട തുറന്നിട്ട് നല്ല ആയണ്ടില്ല. ഇവിടെ ആയില്ലാത്ത നോക്കണം. ആദ്യം ഇവിടെ കക്കപ്പൊടി അല്ലേ? ഇതിൽ പെട്ടത് കക്കപ്പൊടി, എല്ലുപൊടി, പിന്നെ ബയോഫിഷ് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്. ഇത് മീനിൻ്റെ ഫിഷാണ്. മീനും പിന്നെ അതിൽ ഉമിക്കരിയും കൂടെ ചേർത്തിട്ടാണ് ഇത് വരുന്നത്. സ്മെല്ല് ഇല്ലാണ്ടൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഉമിക്കരി ചേർക്കുന്നത്. തെങ്ങിനൊക്കെ നല്ല ഇതാണ്, നല്ല മെച്ചിങ്ങൊക്കെ പിടിക്കാൻ ഉണ്ട്. പിന്നെ കക്കപ്പൊടി ഇട്ടാലെന്ന് വെച്ചാൽ അതിനാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ തെങ്ങ് വലിച്ചെടുക്കുള്ളൂ എന്ന് പറയുന്നത്. നല്ല ഡിമാൻഡുള്ള സാധനമാണ്. തെങ്ങൊക്കെ നല്ല കറുപ്പുണ്ടാവും. മെച്ചിലൊന്നും കൊഴിയില്ല ഈ കക്കപ്പൊടി ഇട്ടാൽ. അതിന് ഗുണം അതാണ്. ഇതൊരോ തെങ്ങിന് 5 കിലോനാണ് ബയോഫിഷ് ഇടേണ്ടത്. എല്ലുപൊടി ഞങ്ങൾ 1 കിലോനാണ് ഇട്ടിട്ടുള്ളൂ. പിന്നെ ബയോഫിഷ് 5 കിലോ. തൈക്കായാലും തെങ്ങിനായാലും 5 കിലോ ബയോഫിഷ് ഇടണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോഴിക്കാട്ടമ്പളം എത്ര പറഞ്ഞത്? കോഴിക്കാട്ടം 5 ചാക്കുണ്ട്. പിന്നെ 30 5 ചാക്കനോ? 15 ചാക്കനുണ്ട്. 30 എങ്ങനെ അല്ലേ? കഴുങ്ങിന് വിടുക. അപ്പോൾ ഇംഗ്ലീഷ് വളം കംപ്ലീറ്റ് ഒഴിവാക്കാതെ പ്ലാനാണ് കേട്ടോ. പറമ്പ് ഇംഗ്ലീഷ് വളം കംപ്ലീറ്റ് ഒഴിവാക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. ഇത് എല്ലുപൊടിയാണ് ഇടുന്നത്. എല്ലുപൊടി 1 കിലോൻ്റെ അടുത്താണ് ഇടുന്നത്. അത് ഫോസ്ഫറസിൻ്റെ ഒക്കെ അംശം തെങ്ങിന് നല്ല ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എല്ലുപൊടി ഇടാനാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വളം ഇടുന്നത്. ഇട്ടവരൊക്കെ നല്ല റിസൾട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വളം ഞങ്ങൾ ചെയ്യുന്നത്. ഇത് കക്കപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ. ഇതോട്ടോ ബയോഫിഷ് തന്നെ. എൻ്റെ കളർ ഇതുണ്ടോ? കറുപ്പ് കളറാണ്. എവിടെ മുരളിയറിനെ ചിന്തണ? ആ തെങ്ങിന് നല്ല കരുത്തും മെച്ചിൽ പിടിക്കാനൊക്കെ ഏറ്റവും ടോപ്പ് സാധനമാണ് ഇത്. എല്ലാവരും ഈ വളങ്ങളൊക്കെ ഒന്ന് പരീക്ഷിക്കുക. ഏറ്റവും നല്ല വളമാണ്. ഇത് കോഴിവളമാണ്. കോഴിവളം ഞങ്ങൾ 1 ചാക്കിനോണ്ട് 3 എണ്ണത്തിനിട്ട് അല്ലേ? 3 എണ്ണത്തിനാണ് കോഴിവളം 1 ചാക്കിനോണ്ട്. 1 ചാക്കിൽ അരച്ചാക്ക് വീതം കോഴിവളം ഒരു തെങ്ങിനിടും. അപ്പം നല്ല ഉഷാറായി തെങ്ങിന്. ഒന്നിനൊരു
ഇംഗ്ലീഷ് വളം ഇട്ടാൽ തെങ്ങിന് നമ്മൾ പെട്ടെന്നിട്ട് വളം പിടിച്ചു പോകും. പക്ഷേ നാടൻ വളം അങ്ങനെയല്ല. നാടൻ വളം നമ്മൾ ആക്കത്തിലേ പിടിക്കുള്ളൂ. പക്ഷേ ആ പിടിച്ചാൽ നമുക്ക് തെങ്ങിനൊക്കെ നല്ല ആരോഗ്യമുള്ള തെങ്ങായിരിക്കും. അതായത് ഇതിൻ്റെ ഗുണം. പിന്നെ നമുക്ക് ജൈവമായിട്ടുള്ള യൂറിയ ഉണ്ടല്ലോ, പശുവിൻ്റെ മൂത്രം ഓരോ ബക്കറ്റ് ഓരോ തെങ്ങിന് ഒഴിച്ചാൽ യൂറിയ ഇല്ലേ, ഒരു ചാക്കിനെ കൊണ്ട് 2 എണ്ണത്തിനാണ് ഇടുക. അപ്പോൾ നല്ല അങ്ങനെ കഴുങ്ങിനൊക്കെ നല്ല ഉഷാറായിട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. കുമ്മായ എല്ലാത്തിനും തേഞ്ഞിനാ? എല്ലാത്തിനും തേഞ്ഞിനാ? അല്ല നമ്മളെ കക്കപ്പൊടി എല്ലാത്തിനും ഇടില്ല. നോക്കണ്ടല്ലേ? നല്ല വെയിറ്റുള്ള സാധനമാണ്. കഴുകിനിട്ടുണ്ടാവില്ല? കഴുകിനിട്ടില്ല? ഇതൊന്ന് നമുക്ക് പൊന്തിച്ച് കെട്ടണേ. മറിഞ്ഞ് കഴിഞ്ഞ് ശരിയാവോ? തോല് വെട്ടി കഴുകിൻ്റെ തലയും പോയി. അത് നൂർത്തി വെട്ടാന്നുള്ള തീരുമാനം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പോസ്റ്റ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.